അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും കുടുംബമായ ബെഥാനിയിലെ കുടുംബം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യം തുടങ്ങുന്നത്, ഈ മറിയ ആയിരുന്നു കർത്താവിന് പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത് എന്നാണ്. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യത്തിലെ മറിയ തന്നെയാണോ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിലെ പാപിയായ സ്ത്രീ എന്നതിൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ബെഥാനിയിലെ മറിയ അല്ല, മഗ്ദലക്കാരത്തി മറിയയാണ് കർത്താവിൻ്റെ കാൽ തലമുടി കൊണ്ട് തുടച്ച് തൈലം പൂശിയതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നതിനുള്ള കാരണം ബെഥാനിയിലെ മറിയ പാപിനിയായിരുന്നു എന്നതിന് മതിയായ തെളിവുകൾ ഇല്ല എന്നതിനാലും, അതേസമയം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് അവളെ യേശുവിൻ്റെ ശുശ്രൂഷയാൽ വിട്ടുപോയി എന്നും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാലും ആണ്. എന്നാൽ മഗ്ദലക്കാരത്തി മറിയയാണ് കാൽ തലമുടി കൊണ്ട് തുടച്ച് തൈലം പൂശിയതെന്ന് ഒരു സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ബെഥാനിയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും സഹോദരിയായ മറിയയാണ് തലമുടി കൊണ്ട് യേശുവിൻ്റെ കാൽ തുടച്ച് തൈലം പൂശിയത് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യത്തിലും യഥാക്രമം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ബെഥാനിയിലെ ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജലമാംശി തൈലം ഒരു റാത്തൽ എടുത്തു, യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. എന്തു തന്നെയായാലും ബെഥാനിയിലെ മാർത്തയുടെ സഹോദരിയായ മറിയ ഒരു കാര്യം കണ്ടെത്തി എന്ന് യേശു ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ കൂടി മാർത്തയോട് പറയുകയാണ്. മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിലപിച്ചും മനം കലങ്ങിയും ഇരിക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കിയ യേശു മാർത്തായുടെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല എന്ന് കണ്ടു. തന്നെയുമല്ല, പല ചിന്തകളുണ്ടെന്നും അവൾ ആകുലം നിറഞ്ഞവളാണെന്നും അവൾ അസ്വസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞു. സമാധാനം നഷ്ടപ്പെട്ടവൾ യേശുവിന് വേണ്ടി അടുക്കളയിൽ വലിയ ജോലി തിരക്കലായിരുന്നു. പരാതിയുമായി അവൾ യേശുവിൻ്റെ അടുത്ത് വന്നു. തൻ്റെ സഹോദരിയായ മറിയായോട് തന്നെ സഹായിക്കുവാനായി യേശുവിൻ്റെ അടുത്തു നിന്നും എഴുന്നേൽപ്പിച്ച് വിടയണമെന്നായിരുന്നു അവളുടെ അപേക്ഷ. മാർത്തയുടെ ആവശ്യം കേട്ടപ്പോൾ തന്നെ യേശു പറയുകയാണ്, നീ പലതിനെ ചൊല്ലി വിലപിച്ച് സ്വസ്ഥത നഷ്ടപ്പെട്ടവളായി തീർന്നിരിക്കുന്നു. എന്നാൽ നീ തിരഞ്ഞെടുക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിനക്കത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല, എന്നാൽ മറിയ അത് കണ്ടെത്തി. എൻ്റെ കാൽക്കലിരുന്ന് എൻ്റെ വചനം കേൾക്കുക എന്നതാണ് നിൻ്റെ സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് നീ ചെയ്യേണ്ടത്. എന്നാൽ മറിയയ്ക്ക് ആ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ട് മറിയ എൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സ്വസ്ഥതയുണ്ട്. അവൾ തിരഞ്ഞെടുത്ത സ്വസ്ഥതയ്ക്കുള്ള അവളുടെ അവകാശം ഞാൻ അവളിൽ നിന്നും എടുത്തു മാറ്റുകയില്ല എന്നാണ് മാർത്തയുടെ പരാതിക്കുള്ള മറുപടിയായി യേശു മാർത്തയ്ക്ക് ഉത്തരം കൊടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മാർത്തയുടെയും മറിയയുടെയും കാര്യം നാം കേട്ടുവല്ലോ. മറിയ യേശുവിനെ തിരിച്ചറിയുന്നതിന് മുമ്പ് വളരെ കഷ്ടത്തിലും പ്രയാസത്തിലും ജീവിച്ച ഒരു മകളാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അവൾ ഒരു പാപിനിയായിരുന്നു എന്നുപോലും ചിന്തിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം സകല മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണല്ലോ. ആ അർത്ഥത്തിലെങ്കിലും മറിയ പാപിയായിരുന്നു. എന്നാൽ യേശു അവളുടെ പാപം ക്ഷമിച്ചു കൊടുത്തു.
ക്ഷമിച്ചു കൊടുത്ത അന്ന് മുതൽ ഒരു കാര്യം അവൾക്ക് ലഭിച്ചു. അത് അന്ന് വരെയും അവൾക്കില്ലാതിരുന്ന സമാധാനമായിരുന്നു. എത്രയോ കോടി രൂപ നമുക്കുണ്ടെങ്കിലും, എത്ര കൂട്ടുകാർ നമുക്കുണ്ടെങ്കിലും, സമാധാനം നമുക്കില്ലെങ്കിൽ നാം ആത്മഹത്യയിലേക്ക് പോലും പോകുവാൻ സാധ്യതയുണ്ട്. സമാധാന പ്രിയന്മാരായവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സമാധാനം ആഗ്രഹിക്കാത്തവർ അനേകർ ഭൂമിയിൽ കണ്ടേക്കാം. അവർ സമാധാനം ആഗ്രഹിക്കാത്തതിനാൽ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. മറിയ പദവി ആഗ്രഹിക്കുന്നവളല്ലായിരുന്നു. അവൾക്ക് ആവശ്യം സമാധാനം മാത്രമായിരുന്നു. അത് അവൾക്ക് ലഭിച്ചു. പാപമാണ് നമ്മിൽ നിന്നും സമാധാനം എടുത്തു കളയുന്നത്. നാം യേശുവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നുണ്ടായിരിക്കാം, വേല ചെയ്യുന്നുണ്ടായിരിക്കാം, ഒത്തിരി വലിയ കാര്യങ്ങൾ യേശുവിന് വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ബൈബിൾ വായിക്കുവാനും ബൈബിളിൽ അനുസരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയത് അനുസരിക്കുവാനും യേശുവിൻ്റെ പാദപീഠത്തിൽ വിശ്രമിക്കുന്നതിനും സമയം കണ്ടെത്തിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നാമും മാർത്തയെപ്പോലെ റെസ്റ്റ്ലെസ് ആയി, സ്വസ്ഥതയില്ലാത്തവരായി, മറ്റുള്ളവരെ കുറ്റം പറയുന്നവരോ അപവാദം പറയുന്നവരോ ആയി തീരുവാൻ സാധ്യതയുണ്ട്. എത്ര പ്രതികൂലം നേരിട്ടാലും നാം യേശുവിൻ്റെ പാദപീഠത്തിൽ വിശ്രമിക്കുന്നവരാണെങ്കിൽ ആ പ്രതികൂലങ്ങളൊന്നും നമ്മെ തളർത്തുകയില്ല, നമ്മെ ബലപ്പെടുത്തുകയുള്ളൂ. കാരണം നമ്മുടെ ഹൃദയത്തിൽ യേശു എല്ലായ്പ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒരു പട്ടി ഓടി വന്നപ്പോൾ അവൻ്റെ പപ്പായുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഉടനെ അവൻ്റെ പപ്പ കുഞ്ഞിനെ പൊക്കിയെടുത്ത് തൻ്റെ മാറോടണച്ചു. കുഞ്ഞ് പപ്പായുടെ ബലിഷ്ഠമായ കരങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ താഴേക്ക് നോക്കി പട്ടിയെ പേടിപ്പിക്കുകയാണ്. അത് നാം കർത്താവിൻ്റെ സന്നിധിയിൽ ലോകത്തിൻ്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സാത്താൻ കൊണ്ടുവരുന്ന ആകുലത, മനക്ലേശം, ചിന്താകുലം, അസ്വസ്ഥത എന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ സാത്താൻ നമ്മെ വിട്ട് അവൻ്റെ തേഞ്ഞു തീർന്ന ആയുധങ്ങളുമായി മറ്റേതെങ്കിലും പാർപ്പിടം അന്വേഷിച്ച് പോയിക്കൊള്ളും. യേശുവിൻ്റെ പാദപീഠത്തിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വേറിട്ടൊരു ഏകാന്ത സ്ഥലത്തിരുന്ന് ബൈബിൾ വായിക്കുകയും അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. നമ്മ പ്രകാരം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നമ്മെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാത്താൻ നമ്മെ വിട്ടു പോവുകയും നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താലും ദൈവം തരുന്ന സമാധാനത്താലും നിറയുകയും ചെയ്യും. ഒരു യൗവനക്കാരനോട് അവൻ്റെ അമ്മ ക്രിസ്തുവിനെ പറ്റി പറയുകയും നിന്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ പ്രാർത്ഥനയെപ്പറ്റിയോ എൻ്റെ പാപത്തെപ്പറ്റിയോ എനിക്ക് കേൾക്കേണ്ടതെന്നാണ്. ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്നും പോവുകയാണ് എന്നുകൂടി ആ യൗവനക്കാരൻ തൻ്റെ മാതാവിനോട് തുറന്നു പറഞ്ഞു. അവൻ ആ തീരുമാനത്തിലൊന്നും പിന്തിരിയുവാൻ അവൻ്റെ അമ്മ വളരെ കേണപേക്ഷിച്ചുവെങ്കിലും ആ യൗവനക്കാരൻ അത് ശ്രദ്ധിച്ചില്ല. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ വീട് വിട്ട് ഇറങ്ങി. അവൻ പോകുമ്പോൾ അവൻ്റെ അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: മകനെ, നീ തെറ്റായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ നീ പിടിച്ചിരിക്കുന്ന കയറിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുക. തീർച്ചയായും ആ യേശു നിന്നെ സഹായിക്കും. ആ വാക്കൊന്നും ആ യൗവനക്കാരൻ മൈൻഡ് ചെയ്തില്ല. വീട് വിട്ട് ഇറങ്ങി. അവൻ പറയുന്നതിനേക്കാൾ മോശമായി പാപവഴികളിൽ വിഹരിച്ചു. എന്നാൽ അധികം നാൾ കഴിയും മുമ്പേ അവൻ നൈമിഷിക സുഖങ്ങളുടെ വ്യർത്ഥത മനസ്സിലാക്കി ഏകാന്തതയും ഭയവും അസ്വസ്ഥതയും തന്നെ വേട്ടയാടി. ഉറക്കം വരാത്ത രാത്രികൾ പലത് കടന്നുപോയി. ഒടുവിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് പ്രതീക്ഷയെല്ലാം അസ്തമിച്ചവനായി താൻ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ അവൻ തീരുമാനിച്ചു. അലമാരയിലിരുന്ന റിവോൾവർ എടുക്കുവാൻ കൈ നീട്ടിയപ്പോഴാണ് തൻ്റെ മാതാവിൻ്റെ അവസാന വാക്കുകൾ തൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഉടൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ താൻ പാപബോധമുള്ളവനായിത്തീർന്നു. മരിക്കുവാൻ തീരുമാനിച്ച ആ മുറിയിൽ തന്നെ യൗവനക്കാരൻ മുട്ടിന്മേൽ നിന്നു നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു: എൻ്റെ അമ്മയുടെ ദൈവമായ യേശുവേ, അവിടുത്തെ സഹായം എനിക്ക് ആവശ്യമാണ്. അങ്ങനെ സഹായിച്ചാൽ ഞാൻ അങ്ങയെ അനുഗമിക്കും. താൻ ആ പ്രാർത്ഥന അപ്രകാരം പ്രാർത്ഥിച്ച അതേ നിമിഷം തന്നെ തൻ്റെ പാപഭാരം ഒഴിഞ്ഞു പോകുന്നതായും അന്ധകാരാവൃതമായ ഹൃദയം പ്രകാശമയമാകുന്നതായും ഹൃദയത്തിൽ സമാധാനം നിറയുന്നതായും തനിക്ക് അനുഭവപ്പെട്ടു. തൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യത കർത്താവായ യേശു ക്രിസ്തു
നികത്തിയതായി ആ യൗവനക്കാരൻ തിരിച്ചറിഞ്ഞു. ആ യൗവനക്കാരനായിരുന്നു പിന്നീട് പ്രശസ്ത സുവിശേഷകനും എഴുത്തുകാരനും പ്രസംഗിയും ആയി തീരുകയും അനേകായിരങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിനാൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്ത ഡോക്ടർ R.A. ടോറി. തൻ്റെ മകൻ്റെ ധിക്കാരത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് നിരാശ തോന്നിയില്ല. കാരണം ആ മാതാവും മറിയ തിരഞ്ഞെടുത്തതുപോലെ യേശുവിൻ്റെ പാദപീഠം തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത്. സാത്താൻ എത്ര പ്രബലനായിരുന്നാലും യേശുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവമകൻ്റെയും ദൈവമകളുടെയും ഹൃദയത്തെ സ്വസ്ഥതയില്ലാത്തതാക്കുവാൻ അവന് കഴിയുകയില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്കും മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം തിരഞ്ഞെടുത്ത് യേശുവിനെ അനുസരിക്കാം. അവൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാർ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ മറിയ തിരഞ്ഞെടുത്തതുപോലെ യേശുവിൻ്റെ പാദപീഠം അഭയം പ്രാപിക്കുവാൻ ആ അമ്മമാരെ അങ്ങ് സഹായിക്കുകയാണമേ. വഴിവിട്ടു പോകുന്ന യൗവനക്കാർത്തികളെയും അങ്ങ് മടക്കി വരുത്തണമേ. ദുഷ്ടൻ്റെ കെണിയിൽപ്പെടുവാനിടവരാതെ ഞങ്ങൾ യൗവനക്കാർത്തികളെയും കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കുകയാണമേ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.